ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് വാഴക്കൂമ്പ് തോരൻ വെച്ചെടുക്കാൻ നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ തോരനാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 3 വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കൊടപ്പൻ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഇതുപോലെയുള്ള തൊലികളൊക്കെ കുറച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു ലെയറിലുള്ള ഇതുപോലെയുള്ള തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ 2 തരത്തിൽ അരിയുന്നത് കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. തിരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. കുറച്ച് വലിപ്പത്തിലാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ടൊന്ന് 2 സൈഡിൽ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ക്രോസ് ആയിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ആയാലും നല്ല നൈസായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. എല്ലാതും നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. 3 അരിഞ്ഞെടുത്തിട്ടുണ്ട്. അളവ് പറയുകയാണെങ്കിൽ 250 ml കപ്പിൽ 5 കപ്പാണ് ഉള്ളത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ കഴുകിയിട്ടാണ് തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലർ ഇത് കഴുകാറില്ല. ഡയറക്റ്റ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചിട്ടാണ് തോരൻ വെക്കാറുള്ളത്. ഞാനിത് വേറെ രീതിയിലാണ് നന്നായിട്ട് കഴുകിയെടുത്ത് ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ വെള്ളത്തിലൊന്ന് ഇട്ടതിന് ശേഷം ഇതിൽ ചെറുതായിട്ട് നൂല് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ തോരൻ വെച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ തോരൻ കഴിക്കുന്ന സമയത്ത് അത് അത്രയ്ക്ക് നന്നാവില്ല. അപ്പോൾ ഇതുപോലെ ഒരു പപ്പടക്കോല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നൂലൊക്കെ ഉണ്ടെങ്കിൽ ഇതുമിൽ ചുറ്റി പിടിച്ചോളും. അപ്പോൾ അത് നമുക്ക് കളയാം. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അല്ലാതെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാലാനായിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ച് കൊടുക്കാം. ഇത് പരിപ്പ് ചേർത്തിട്ടാണ് തോരൻ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് പരിപ്പ് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇങ്ങനെ വാരി ഇടുമ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ടാവും. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വാഴക്കൂമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുക്കറിൽ അത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. വേവ് കൂടി പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടാണ് തോരൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിതൊരു 10-16 ചേർത്തിട്ടുണ്ട്. വേറെ മുളകൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് ചതച്ചെടുക്കുക. അരിഞ്ഞു പോവരുത്. അരിഞ്ഞു പോയാൽ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് അങ്ങ് മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കുക്കറിന്റെ സ്റ്റീം പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഫസ്റ്റ് വിസിൽ വന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം സ്റ്റീം പോയതിനു ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ പരിപ്പും കുടപ്പനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പുട്ട് അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മുടെ സവാള ഇവിടെ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും വാഴക്കൊമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ പലതരത്തിലുള്ള ഒരുപാട് തോരൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. വഴുതനങ്ങ വെച്ചിട്ടും മത്തങ്ങ വെച്ചിട്ടും എല്ലാം ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള തോരൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.